മനസ്സുജനും പിച്ചുലയും കള്ളന്മാരാണെന്ന് കുട്ടിമണി പറയുന്നു. ഫോൺ തിരികെ വാങ്ങണമെന്ന് മതികല ജലജിയോട് പറയുന്നു. മതികല വയലോരം വീട്ടിൽ നിൽക്കുന്ന കാര്യത്തിൽ ജലജിയും ബാലനും തമ്മിൽ വാക്കുതർക്കം. കുട്ടിമണിയും രാഹുലനും തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന് രാഹുലിന്റെ അമ്മയും സഹോദരിയും. കുട്ടിമണിയുടെ ജനന സമയം അറിയാത്തതിനാൽ വിവാഹ സമയം കുറിക്കില്ല എന്ന് ജ്യോത്സ്യൻ പറയുന്നു. കുട്ടിമണിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വയലോരത്തേക്ക് പോകാമെന്ന് രാഹുലിന്റെ സഹോദരി. മനസ്സുജൻ കുട്ടിമണിയുടെ ഭർത്താവാണെന്ന കാര്യം കാർത്തിക പറയുന്നു. മതികലയ്ക്ക് കെണിയൊരുക്കാൻ ഒരാളെ തരാമെന്ന് കാർത്തിക. സീതയുടെ കുഞ്ഞാണ് നകുലൻ കൊണ്ടുവന്നതെന്ന് ഗീവർഗീസ് CI മുംതാസിനോട് പറയുന്നു. ബാലന്റെ ഫോണിൽ നിന്ന് ജലജയെ വിളിക്കുന്ന മതികല ശിവയെ ഉടൻ കാണണമെന്ന് പറയുന്നു. മനസ്സുജന് വീട് വാടകയ്ക്ക് കൊടുക്കാൻ മനസ്സില്ല മനസ്സോടെ സമ്മതിക്കുന്ന കുട്ടിമണി. മനസ്സുജൻ അടുത്ത് താമസിക്കുന്നത് രാഹുലിന് ഇഷ്ടമാകുന്നില്ല. വയലോരം വീടിനെ കുറിച്ച് ആരോടും പറയരുതെന്ന് മഹേഷിനോട് പറയുന്ന പിച്ചള. കട പഴയ രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന് ബാലൻ. ബാലന്റെ കുഞ്ഞിനെ കുറിച്ചുള്ള അന്വേഷണവുമായി CI മുംതാസ് മുന്നോട്ടു പോകുന്നു. വയലോരം വീട്ടിലെത്തി മതികലയുടെ ശബ്ദം പഠിക്കുന്ന രഞ്ജിനി മതികലയുടെ ശബ്ദത്തിൽ രാഹുലിനെ ഭീഷണിപ്പെടുത്തുന്നു. മനസ്സിന് വേണ്ടി രഞ്ജിനി മതികലയുടെ ശബ്ദത്തിൽ ബാസ്റ്റനോട് സംസാരിച്ച് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്നു. കുട്ടിമണിയെ നഷ്ടപ്പെടുമോ എന്ന ഭയവുമായി രാഹുലൻ. തുടർന്ന് കാണുക. അമ്മ മാത്രം മതി, ബാക്കിയുള്ളവരൊക്കെ നമുക്കങ്ങ് ഓടിച്ചാ. അമ്മയ്ക്കും ചേച്ചിക്കും ഇപ്പൊ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. നിന്റെ വീട്ടിൽ വേളി ആലോചിക്കാനായി പോകണമെന്ന് പറയുന്നത് തന്നെ അവരുടെ ഉള്ളിലെ സംശയങ്ങൾ തീർക്കാനാണ്. അവരെങ്ങാനും വയലോരം വീട്ടിലെത്തിയ നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും. അതിനിടയില ഇന്ന് ആ മതികല രാക്ഷസി എന്നെ വിളിച്ചത്. നിന്നെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യമായിട്ടാ അവൾ എന്നെ വിളിക്കുന്നത്. ആ ഭീഷണി ഓർക്കുമ്പോഴാണ് കൂടുതൽ പേടി. കാരണം മനസ്സുജനും അളീനോടക്കം ബാക്കിയുള്ള ശത്രുക്കളെല്ലാം മനുഷ്യരാ. പക്ഷെ ഇവൾ അസുര ജന്മ. ഒരുപാട് പേടിക്കണം. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ രാഹുല? വലിയ രാക്ഷസി ഓടിച്ച പോലെ കൊച്ചു രാക്ഷസി നമുക്ക് ഓടിച്ചിട്ടുണ്ടാവൂല. തള്ളരാക്ഷസിയെ നമ്മൾ പാടുപെടുത്തുമ്പോ നമ്മൾ അവരുടെ വീട്ടിലായിരുന്നു. സിംഹത്തിനെ അതിന്റെ മടയിൽ കയറി ആക്രമിച്ചു. പക്ഷെ അതുപോലല്ല ഇത്. മതികല വരാൻ പോകുന്നത് ഇവിടേക്കാ. അവൾ ഇവിടെ എത്തിയ നമ്മളെ ആക്രമിക്കും. എന്തെങ്കിലുമൊക്കെ വിളിച്ചു കൂവിയ എല്ലാവരും ചേർന്ന് നിന്നെ ഇവിടുന്ന് പുറത്താക്കുക കുട്ടിമണി. എങ്കിൽ പിന്നെ അവൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് അങ്ങോട്ട് കയറി ആക്രമിച്ചാലോ? തള്ള രാക്ഷസിയുടെ കൂടെ കാണും കൊച്ചു രാക്ഷസി. നമുക്ക് അങ്ങോട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. ആ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ കുട്ടിമണി. ബുദ്ധിയില്ലേ? എനിക്ക് ബുദ്ധിയില്ല, ഭയങ്കര ബുദ്ധിയില്ലേ? ബുദ്ധിയുണ്ട്. പക്ഷേ നിന്റെ ബുദ്ധിയില് ഞാൻ ഇത്തിരി അതിബുദ്ധി കൂടി പ്രയോഗിക്കും. ഞാനവിടെ ചെന്നിട്ട് നിന്നെ കടത്തിയത് ഞാനല്ലാന്ന് മതികലയുടെ മുമ്പിൽ സ്ഥാപിക്കും. പിന്നെ അവൾ ഇങ്ങോട്ട് വരാൻ ധൈര്യപ്പെടില്ല. ശീലാവതി ചേച്ചി ഉണ്ടല്ലോ കൂട്ടിന്. എങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാം. ശീലാവതി ചേച്ചിയും കൂടി വിളിച്ചോണ്ട് പോരെ. നമുക്ക് അമ്മയുടെ വീട്ടിൽ നിർത്താം. അത് വേണോ കുട്ടിമണി? വേണം. അമ്മേ, ഇപ്പൊ ആ വാടകക്കാരന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നത് എപ്പോഴും അവരെയാ. ശീലാവതി ചേച്ചി വന്നാ പിന്നെ അമ്മ അങ്ങോട്ട് പോത്തില്ലല്ലോ. ആ ബുദ്ധിയും കൊള്ളാം. അയാളെ ഓടിക്കാനുള്ള ജോലി ശീലാവതി ചേച്ചിയെ ഏൽപ്പിക്കാം. പിന്നല്ലാതെ കൊടുകൈ. എന്റെ കയ്യിൽ ഇനി പണയം വെക്കാൻ പോലും സ്വർണമില്ല സഞ്ജു. എങ്ങനെയെങ്കിലും നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സഞ്ജു സാറിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാൻ പറ മാഡം. ഏതെങ്കിലും ഒരു കേസിൽ അഴിമതി കാണിച്ചാൽ ലക്ഷങ്ങൾ വീഴില്ലേ? നീ മിണ്ടാതിരിക്കെ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ആ പരട്ട തമ്പിയുടെ മുമ്പിൽ കീഴടങ്ങുന്നതിനേക്കാൾ ഭേദം ആത്മഹത്യ ചെയ്യുന്നതാ. ആരാത്? സഞ്ജു പറ. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഗേറ്റിന് പുറത്തുനിന്ന് എന്നെ വിളിച്ച പോരായിരുന്നോ? പറ്റില്ല ചേച്ചി, എനിക്ക് ആ മതികലയെ കണ്ടേ പറ്റൂ. നീ ഇങ്ങോട്ട് വന്നേ. മതികലയെ കാണാൻ ഇവിടെ വന്നിട്ട് എന്താ കാര്യം? അവള് വയലോരം വീട്ടിലല്ലേ? വയലോരം വീട്ടില്? അതേടാ, അവളിപ്പോ ഗർഭിണിയാ. ഭർത്താവിന്റെ വീട്ടിലാ. അപ്പൊ അവിടുന്നാണോ എന്നെ വിളിച്ചത്? ആയിരിക്കും. അവളെ എവിടുന്നും വിളിക്കും. അതാ സ്വഭാവം. ശീലാവതി ചേച്ചി എന്നെ ഒപ്പം ഒന്ന് വന്നേ പറ്റൂ. വീട്ടിലാകെ പ്രശ്നങ്ങൾ. ആ മനസ്സുജൻ വന്ന് എന്റെ വീട്ടിനടുത്ത് താമസമാക്കിയിട്ടുണ്ട്. അയാളെ എങ്ങനെ അവിടുന്ന് ഓടിച്ചേ പറ്റൂ. അതിന് ശീലാവതി ചേച്ചി വിചാരിച്ചാലേ നടക്കൂ. എടാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ റെഡിയാ. ഇവിടെ ഇനി ഒന്നും ബാക്കിയില്ല. രാക്ഷസി പാപ്പയായി.
സ്വർണം മുഴുവൻ തീർന്നു. ചേച്ചി എന്തെങ്കിലും നുണ പറഞ്ഞ് ഇവിടെ നിന്ന് ചാടാൻ നോക്ക്. ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. എന്താ ഇപ്പൊ ആഹാ നീയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? കുട്ടിമണിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഇവിടെ വന്ന് നിൽക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? കുട്ടിമണിയെ ഞാൻ തട്ടിക്കൊണ്ട് പോയെന്നാ? വെറുതെ അനാവശ്യം പറയല്ലേ. ഇതേ കാര്യം പറഞ്ഞ നിങ്ങളുടെ മോള് എന്നെ വിളിച്ചിരുന്നു. ഞാനേ എന്റെ സ്വന്തം കാര്യം തന്നെ നോക്കാൻ ഇവിടെ കിടന്ന് പാടുപെടുക. അതിനിടയിൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് എന്നെ വെറുതെ വലിച്ചഴക്കല്ലേ. കുട്ടിമണി എന്റെ ഒപ്പൊന്നും അല്ല വന്നത്. പിന്നെ അവൾ എവിടെ പോയി? എന്നോടാണോ ചോദിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. സംശയം ഉണ്ടെങ്കിൽ ശീലാവതി ചേച്ചി എന്നോടൊപ്പം പറഞ്ഞുവിടും. എന്റെ വീട്ടിലൊന്നും നോക്കാലോ. അവിടെ കുട്ടിമണി ഉണ്ടല്ലോ എന്ന് അപ്പം അറിയാലോ. ഞാൻ പോയി നോക്കിയിട്ട് വരാം മാഡം. കുടിച്ച വെള്ളത്തിൽ നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. തിരിച്ചു വന്ന് നീ ഇല്ലാത്ത നുണയും പറയും. എങ്കി മാഡം കൂടെ എന്റെ കൂടെ വാ. കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തോ കാറോ? ഓ, കഷ്ടിച്ച് ബസ്സിനുള്ള കാശ് എന്റെ കയ്യിലുള്ളൂ. കാർ ഇവിടുത്തെ കാറിപ്പോ മാഡം. ശീലാവതി, ഡീസൽ അടിക്കാൻ കാശില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വരാമെന്ന്. മാഡത്തിന് പിന്നെ സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേ, മാഡത്തിന്റെ മൊബൈൽ ഫോൺ എന്റെ കയ്യിത്താ. ഞാൻ ഇവന്റെ വീട് മുഴുവൻ വീഡിയോയിൽ പിടിച്ചോണ്ട് വരാം. കുട്ടിമണി അവിടെ ഉണ്ടോന്ന് വിശദമായി നോക്കാമല്ലോ. കൂടുതലൊന്നും ആലോചിക്കണ്ട, ഞാൻ ഇപ്പൊ റെഡിയായി വരാം മാഡം. നിന്റെ കൂട്ടത്തിൽ വന്നിട്ട് കുട്ടിമണി നിന്റെ വീട്ടിലില്ലെന്ന് ശീലാവതി പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എനിക്കുറപ്പാ അവളെ അടിച്ചോണ്ട് പോയത് നീ തന്നെയാണെന്ന്. എങ്കിലേ എന്റെ പേരിൽ ഒരു കേസ് കൊടുക്കും മാഡം. ഗതികെട്ട പുലിയാ ഞാൻ. അതുകൊണ്ടാ നിന്നെ പോലുള്ള കുറുക്കന്മാര് പോലും ഈ മുറ്റത്ത് വന്ന് നിന്ന് ഓരിയിടുന്നത്. എന്തൊരു ഭാരം. നിക്ക് നിക്ക് നിക്ക്. മാഡം ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം കേട്ടോ. പെട്ടെന്ന് പോയിട്ട് വരാൻ എന്തിനാടി ഇത്രയും വലിയ ബാഗ്? അല്ല, ഒരു രാത്രി അവിടെ തങ്ങോ മറ്റോ വേണ്ടി വന്നാ സാരി വേണ്ട മാഡം. പിന്നെ നാളെ ഒന്ന് മാറ്റി കൊടുക്കണമെങ്കിലും വേണമല്ലോ. അതിന് ഇത്രയും വലിയ ബാഗ് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. 2 സാരി അല്ലല്ലോ ഇതിനകത്ത്. ശീലാവതിക്ക് ചില ശീലങ്ങളൊക്കെ ഉണ്ട് മാഡം. കുറെ സാരികൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ട് അതിൽ നോക്കിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്നേ ഒരെണ്ണം ഞാൻ തെരഞ്ഞെടുക്കും. 2 സാരി ഉടുക്കാനും ബാക്കിയൊക്കെ നിരത്താനുമാ മാഡം. അല്ലെങ്കിലും കുടുംബത്തിന്റെ അടിത്തറ വരെ തട്ടി നിരത്താൻ നിനക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്ക് അറിയാവിടി. മര്യാദയ്ക്ക് ആ ബാഗ് തുറക്ക്. നീ എന്റെ സാരി കൂടി അതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ടോന്ന് എനിക്കറിയാം. പണ്ട് കുട്ടിമണി പോയപ്പോ എന്റെ ഒരുപാട് സാരികൾ കാണാതെ പോയതാ. അത് നീ കടത്തിയതാണോന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നടി. അല്ല മാഡം, അത് എരി കൊണ്ടുപോയത് തന്നെയാ. മര്യാദയ്ക്ക് ബാഗ് തുറക്കാനാ നിന്നോട് പറഞ്ഞത്. സത്യമായിട്ടും ഇതിൽ മാഡത്തിന്റേതായ ഒന്നുമില്ല മാഡം. നീ തുറക്കില്ല അല്ലേ? അല്ല മാഡം, ഇതിന്റെ അകത്ത് മാഡത്തിന്റെ ഒന്നും തുറക്കാനല്ലേ പറഞ്ഞത്? തുറക്കല്ലെന്ന്. തുറക്കണ്ട മാഡം, എന്റെ സാരിയാ മാഡം. എന്റെ സാരികളാണെന്ന്. പെരും കള്ളി, മോഷ്ടിച്ചോണ്ട് പോകാനായിരുന്നു നിന്റെ ഉദ്ദേശം? അയ്യോ അല്ല, ഒക്കെ ക്ലാവ് പിടിച്ചു. ഒന്ന് കടയിൽ കൊടുത്ത് ഉരച്ചെടുക്കാമെന്ന് കരുതി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചതാ. അതാ ഇതെടുത്തു വെച്ചത്. നീ കൂടുതൽ ഉരക്കണ്ടടി. നിന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? ഞാൻ കള്ളിയല്ല മാഡം, കുടുംബത്തിൽ പറഞ്ഞവളാ ഈ ശീലാവതി. ആരുടെയും ഒന്നും ഇതുവരെ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. 2 മാസമായി ശമ്പളം പോലും കിട്ടാതെ ത്യാഗിയായി ഞാൻ ഇവിടെ ജീവിക്കുന്നു. ഒരു ത്യാഗി? എടി, എന്റെ 2 വള പണയം വെക്കാൻ നിന്റെ കൈ തന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് നീ പറഞ്ഞത് മുക്കുമണ്ടമാണെന്നാ. അന്ന് തൊട്ടേ എനിക്ക് നിന്നെ സംശയമായിരുന്നു. അയ്യോ, അത് മുക്കുമണ്ടമല്ലായിരുന്നോ മാഡം? നീ തിരിച്ചു കൊണ്ടുവന്നത് മുക്കുമണ്ടമായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് തന്നുവിട്ടതേ 1-ാം തരം 916 സ്വർണ്ണമായിരുന്നു. നീ അത് അടിച്ചു മാറ്റി. ദൈവത്തിന് നിരക്കാത്തത് പറയല്ലേ മാഡം. മിണ്ടരുത് നീ. ഇറങ്ങിപ്പോ ഇവിടുന്ന്. അയ്യോ, ആ നിലവിളക്കെങ്കിലും ഇന്ന് തന്നേക്കും മാഡം. കിണ്ടി, ഇറങ്ങിപ്പോടി. ശരി, എന്നാ ഞാൻ ഈ ബാഗ് എടുത്തോട്ടെ. എന്റെ ബാഗ് എടുത്തോട്ടെ. ഇറങ്ങിപ്പോടി. പോ. പോയേക്കാം. പക്ഷേ എന്താടി? അല്ല, കുട്ടിമണിയെ വീഡിയോ പിടിക്കാൻ വേണ്ടി മാഡത്തിന്റെ മൊബൈൽ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയില്ല. പോകാനാ പറഞ്ഞത്. മൊബൈൽ വേണ്ട,
വേണ്ട, എനിക്കൊന്നും വേണ്ട, ഒന്നും വേണ്ട. മാഡത്തിന്റെ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പൊയ്ക്കൊള്ളാം. ഈശ്വര, ഇവൾ എന്തൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടോ എന്തോ. എടാ രാഹുല, പണി കിട്ടിയടാ. എന്റെ ബാഗ് വരെ അവര് പിടിച്ചു വെച്ചു. സാരമില്ല ചേച്ചി, ഇവരുടെ കയ്യിൽ നിന്ന് അന്ന് അടിച്ചു പറ്റിയ ഡ്രസ്സെല്ലാം അവിടെ ഇരിപ്പുണ്ടല്ലോ, അത് നമുക്ക് ഉപയോഗിക്കാം. പറഞ്ഞ പോലെ അത് നേരാണല്ലോ. എന്നാ പിന്നെ എന്റെ കൂറത്തുണി അവളെടുത്തോട്ടെ. നീ പോയില്ലേ? പോവുവാടി രാക്ഷസി. ഇനി ഞാൻ തിരിച്ചു വരില്ല. ഞാനില്ലാതെ നീ ഇവിടെ ഇമ്മ വരയ്ക്കും. നോക്കിക്കോടി. നിന്നെ നീ പോടി മരത്തലച്ചി ചൊടുത്തവളെ. എന്റെ 2 മാസത്തെ ശമ്പളം നീ തരാനുണ്ട്. പോരാത്തതിന് എന്റെ സാരികൾ നീ കട്ടെടുത്തില്ലേടി രാക്ഷസി, യക്ഷി, മറുതേ. നിന്റെ നാറിയ കഥകൾ ഈ നാട് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂടി. ഞാനിതാ വരുന്നടി. നീ താഴോട്ടിറങ്ങി വാടി. നിന്നെ കാത്തിരിക്കാടി ഞാൻ. ആഹാ, കാണിച്ചു തരാടി പൂതിനെ. ഈ ചൂലെടുത്ത് നിന്റെ കരണക്കുറ്റിക്ക് അടിക്കൂടി ഞാൻ. തീർന്നിട്ടില്ല. കുറെ നാളായിട്ട് ഞാൻ മനസ്സിൽ കരുതിയ ചീത്ത വാക്കുകൾ മുഴുവൻ ഇവിടെ പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. പറഞ്ഞിട്ടേ നിന്നെ വിടത്തുള്ളൂ. നിക്കട, വിളിക്കട്ടെ. എടീ, പോടി, കേറി പോടി. മതിയായില്ല നിനക്ക്. വട രാഹുല, പോവാ. മോക്ഷം കിട്ടിയ പോലുണ്ട്. കാണുമ്പോലല്ല. വൈകിട്ട് ഇത്തിരി കഞ്ഞി വെച്ചോണ്ട് പാചകം തുടങ്ങാം. ഒരു ചമ്മന്തി അരച്ച് 2 പപ്പടം ചുട്ട കുശാലായി. അമ്മയ്ക്കും കൊടുക്കണ്ടേ? ഇത്തിരി പയറും കൂടി വെച്ചല്ലോ. ആകാം, ഒരു വിരോധമില്ല. പക്ഷേ ബായി കൂടി ഒന്ന് സഹായിക്കണം. ആ മഹേഷിന് ഒരു കാര്യത്തിലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ജലജ, എന്താ പിച്ചള ചെയ്യേണ്ടത്? എടുക്കണോ? ആ കുട്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തള്ളക്കിട്ടൊരു പണി കൊടുക്കായിരുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പണി അവർക്കിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഫോൺ മതികലയുടെ കയ്യിലല്ലെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എങ്കിൽ പിന്നെ എടുക്കണ്ട. കോറെ വിളിച്ചിട്ടേ അവര് മടുത്ത് നിർത്തിക്കോളും. ഫോൺ എൻ്റെ കയ്യിലുണ്ടെന്ന് മതികല അറിയുന്നത് നല്ലതല്ലേ പിച്ചളെ? ഇപ്പോഴത്തെ അവസ്ഥയിൽ വയലോരം വീട്ടിൽ നിന്ന് മാറി നിൽക്കാനിരിക്കുക അവള്. കയ്യിൽ നയാ പൈസയില്ല, ഫോണില്ല. പഴയ കൂട്ടുകാരുമായി ബന്ധപ്പെടാൻ യാതൊരു മാർഗവുമില്ല. ഫോണിലെ രഹസ്യങ്ങൾ ഞാൻ അറിയുമോ എന്നുള്ള പേടി അവളെ അടിമടി ഒരുക്കില്ലേ പിച്ചളെ? ബായി പറയണേലും കാര്യമുണ്ട്. കട്ടായി. ഇനി ഒരിക്കൽ കൂടി അവര് വിളിച്ചാൽ ഞാൻ എടുക്കും. തുറന്ന യുദ്ധം അങ്ങോട്ട് പ്രഖ്യാപിക്കും. അവര് വിളിച്ചില്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കണം ബായി. കൂട്ടിലടച്ച വെരുകിനെ പോലെ മതികല നടക്കുന്നത് മനസ്സിൽ കാണുമ്പോ തന്നെ ഒരു ഹര. അവര് തന്നെ എടുക്കു ബായി. ഹലോ. ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? നിങ്ങൾ ആരെയാ വിളിച്ചത്? എന്റെ മകളുടെ നമ്പരാ ഇത്. കൊറേ ദിവസമായി ഈ ഫോൺ കാണാനില്ലായിരുന്നു. വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതാ. ഓ, എന്തായാലും ഫോൺ എത്തേണ്ട കയ്യിൽ തന്നെ എത്തി ജലജാ കുമാരി. എന്റെ പേര് മനസ്സിജനെന്ന. എന്താ അമ്മ നക്ഷത്രത്തിന് മുണ്ടാട്ടം മുട്ടിയോ? നീ എന്തിനാ ഫോൺ കയ്യിൽ വെച്ചിരിക്കുന്നത്? അതെനിക്ക് തന്നൂടെ? അയ്യോ, പിന്നെന്താ, എനിക്ക് ആരുടെ ഫോണൊന്നും ആവശ്യമില്ല. ഫോൺ മതികലയ്ക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും. പക്ഷേ അതിനു മുമ്പ് ചില രഹസ്യങ്ങൾ കൂടി എനിക്ക് അറിയാനുണ്ട്. മെമ്മറി കാർഡിന്റെ ലോക്ക് കൂടി ഒന്ന് അഴിക്കട്ടെ. കളി മാറും ജലജാ കുമാരി അമ്മേ. സിജ, നീ വിചാരിക്കുന്ന പോലെ ഒരു രഹസ്യം അതിലില്ല. ഫോൺ തിരിച്ച് അവൾക്ക് കൊടുത്തേക്ക് മോനെ. അയ്യോ മോനോ, എന്ന് പഠിച്ചു ഈ പുതിയ വിളിയൊക്കെ? ഇത്രയേറെ സുഖിപ്പിക്കുമ്പോ കാർഡിലുള്ള രഹസ്യങ്ങളൊന്നും ചില്ലറയായിരിക്കില്ല അല്ലേ ജലജാകുമാരി? നിങ്ങളുടെ മോളോട് പറഞ്ഞേക്ക്, ഇത്രയും കാലം കളിച്ച കളികൾക്കൊക്കെ ഇനി തിരിച്ചടി കിട്ടാനുള്ള കാലമാണെന്ന്. ഓരോന്നിനും എണ്ണി എണ്ണി കണക്ക് ചോദിക്കും ഞാൻ. എന്റെ വിചാരണ കഴിഞ്ഞേ ഞാൻ അവളെ നിയമത്തിന് വിട്ടുകൊടുക്കൂ. ഓർത്തോ? ഈശ്വര, ഇനി എന്ത് ചെയ്യും? ഫോൺ മനസ്സിന്റെ കയ്യിലാണെന്ന് അവളെ ഞാൻ എങ്ങനെ അറിയിക്കും? സർ. യെസ്.
ഇരിക്കൂ. എന്തായി കുഞ്ഞിന്റെ രഹസ്യം തേടിയുള്ള അന്വേഷണം? മാണിച്ചന്റെ വീട്ടിലും നാട്ടിലും ഞാൻ വിശദമായി അന്വേഷിച്ചു. അയാൾ അവിടെ താമസമാക്കിയതിനു ശേഷം ആ കുഞ്ഞ് എന്നും അവിടെ ഉണ്ടായിരുന്നു. മുലപ്പാല് കിട്ടാത്തതുകൊണ്ടാവും ഉറക്കെയുള്ള കരച്ചിൽ കേൾക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന നാട്ടുകാർ പറയുന്നത്. പിന്നെ DNA ടെസ്റ്റ് എങ്ങനെ നെഗറ്റീവായി? അതാണ് മനസ്സിലാവാത്തത്. തൽക്കാലം അത് രണ്ടാമത്തെ വിഷയമാണ് സർ. ബ്ലഡ് സാമ്പിൾസിൽ മാനിപ്പുലേഷൻ നടന്നിരിക്കാം. അതിനുള്ള ചാൻസാ കൂടുതൽ. അങ്ങനെ തോന്നാൻ എന്താ കാരണം? അതറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഇത്തിരി കാലം പിന്നോട്ട് സഞ്ചരിക്കണം. കണ്ണികൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങിയത് ആ കുഞ്ഞിനെ പ്രസവിച്ച ദിനം മുതലാ. എന്നേക്കാൾ നന്നായി ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റിയ ഒരു സാക്ഷി എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിക്കട്ടെ? വിളിക്കൂ. സർ. സർ. യെസ്, കം ഇൻ. നമസ്കാരം സർ. നകുലൻ, ആ കുട്ടിയെ മാണിച്ചനിൽ നിന്ന് തട്ടിയെടുത്ത് ഇവിടെ എത്തിച്ചയാൾ. ഇയാൾ സഞ്ചരിച്ച വഴികളിലൂടെയായിരുന്നു എന്റെ അന്വേഷണം. ഓ, ഐ സി. തുടക്കം മുതൽ സാറിനോട് പറഞ്ഞോളൂ. ശരി സർ. സീതയും കുട്ടിമണിയും ഒരുമിച്ച് പ്രസവിക്കുന്നതോടെയാണ് ചതി ആരംഭിക്കുന്നത്. ഇയാളുടേത് നിസ്വാർത്ഥ സേവനമാണെന്നൊന്നും സാറ് കരുതണ്ട. ലോകത്തൊരമ്മയോടും ഒരു പുരുഷനും വെക്കാൻ പാടില്ലാത്ത ഒരു കണ്ടീഷനും വെച്ചിട്ടാ നകുലൻ അന്വേഷണത്തിനിറങ്ങിയത്. അതൊക്കെ പോട്ടെ. കുട്ടിയെ തേടിയുള്ള നകുലന്റെ അന്വേഷണവും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ സിൻസിയർ ആയിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട് 2 വൈദികർ, ഫാദർ കുര്യാക്കോസ് ആൻഡ് ഫാദർ പോൾ. എന്റെ സീതയുടെ കുഞ്ഞിനെ കൊണ്ടുവന്ന കാര്യം ഒരു കോടതിയിൽ ഞാൻ നിഷേധിക്കില്ല. അതിനെന്നെ ശിക്ഷിച്ചാലും സന്തോഷത്തോടെ ഞാനത് ഏറ്റുവാങ്ങും. മിസ്റ്റർ നകുലൻ പുറത്തു വെയിറ്റ് ചെയ്യൂ. ശരി സർ. സർ, നകുലൻ പറഞ്ഞ പ്രതിപട്ടികയിൽ 1, 2, 3 സ്ഥാനത്ത് മതികലയും സഞ്ജുവും ചന്ദ്രുവുമാണ്. ഐ നോ. സഞ്ജുവും ചന്ദ്രുവും DYSP ജയസേനന്റെ മക്കളാണ്. മതികല അയാളുടെ അനന്തരവളും. അതെ, അവിടെയാണ് ആദ്യം പറഞ്ഞ ബ്ലഡ് സാമ്പിൾ മാനിപ്പുലേഷന്റെ സാധ്യത. ബാലന്റെയും സീതയുടെയും കുഞ്ഞു തന്നെയാണ് അതെന്ന് തെളിഞ്ഞാൽ മതികലയുടെയും സഞ്ജുവിന്റെയും ചന്ദ്രുവിന്റെയും അടി തെറ്റും. ആശുപത്രിയിൽ നടന്നത് തിരിച്ചറിഞ്ഞാൽ പെട്ടുപോയെന്നവർക്കറിയാം. ജയസേനന്റെ മക്കളെ സഹായിക്കാൻ ഡിപ്പാർട്ട്മെന്റിലും കാണും ആളുകൾ. എന്തായാലും എൻക്വയറി തുടരട്ടെ. നകുലന്റെ കയ്യിൽ നിന്ന് ഒരു പെറ്റീഷൻ എഴുതി വാങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് തുടങ്ങിക്കൂ. തൽക്കാലം ആദ്യ 3 പ്രതികളെ തുടരണ്ട. വല മുറുക്കിയിട്ടേ അവർ പെട്ടൂന്നറിയാവൂ. അതുതന്നെയാ സർ എന്റെയും പ്ലാൻ. തൽക്കാലം വീണ്ടും DNA ടെസ്റ്റ് എന്ന മൂവ്മെന്റ് നമുക്ക് നീട്ടിവെക്കാം. അല്ലെങ്കിൽ അപകടമായെന്ന് മുഖ്യപ്രതികൾ തിരിച്ചറിയും. ഓക്കെ, യു ക്യാരി ഓൺ. ഈ വർഗീസും മാണിച്ചനും നമ്മുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. ബാക്കിയുള്ളവരെ കൂടെ അറസ്റ്റ് ചെയ്യൂ. എന്നിട്ട് വിശദമായി സംസാരിക്കാം. ശരി സർ. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ചൂടും വളരെ നിർണായകമാണ്. അതെ, വെരി നിർണായകം. ഈ ഓപ്പറേഷന് ഞാൻ പേരിട്ടിരിക്കുന്നത് മിഷൻ മനസ്സുജൻ എന്നാണ്. അതായത് മനസ്സുജനെ ഈ അഗ്രഹാരത്തിൽ നിന്ന് ഓടിക്കാം. കമാൻഡ് ഓഫീസറാണ് ശീലാവതി ചേച്ചി. പടപടയെന്ന് വെടിപൊട്ടിക്കുന്ന തോക്ക് റെഡിയല്ലേ രാഹുല? എടുത്തു തന്നാ മതി. ഈ ശീലാവതി ഒരു റൗണ്ട് വെടിപൊട്ടിക്കാം. തോക്കൊക്കെ റെഡിയാ. ആ തോക്കിന്റെ പേരാണ് ജ്ഞാനാംബിക. അയ്യ, അതെന്തൊരു പേര്? ജ്ഞാനാംബികയോ? നമ്മുടെ മേജർ മഹാദേവന്റെ കയ്യിലിരിക്കുന്ന ഒരു തരം തോക്കില്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അതുണ്ടെങ്കിലല്ലേ കമാൻഡോ ഓപ്പറേഷൻ ഒരു പവർ ഉണ്ടാവും. എന്റെ ചേച്ചി, അപ്പൊ ഞാൻ ബസ്സിലിരുന്ന് പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മറന്നുപോയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ലല്ലേ? എടാ, ബസ്സിലിരുന്ന് നീ പറഞ്ഞതേ ഏതോ വീട്ടിൽ നിന്ന് ജോലിക്ക് നിർത്തുന്ന കാര്യമല്ലേ? ഇവിടെ വന്നപ്പോഴല്ലേ പറഞ്ഞത് എന്റെ പട്ടാളത്തിലെടുത്ത കാര്യം? ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചേച്ചി അങ്ങ് മറന്നേക്ക്. കംപ്ലീറ്റ് മായ്ച്ചളഞ്ഞേക്ക്. അപ്പൊ കമാൻഡോ ഓപ്പറേഷനോ? ഓപ്പറേഷനെ ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു. നിങ്ങളവിടെ കൊണ്ടുവന്നതേ വേലക്കാരിയാക്കാനാ. പക്ഷെ വേലക്കാരിയുടെ വേഷത്തിലിരിക്കുന്ന നിങ്ങളാ മനസ്സുജൻ ഇവിടുന്ന് ഓടിക്കേണ്ടത്. രണ്ടും കൽപ്പിച്ച അവൻ കുട്ടുമണി കാണാൻ വന്നതെങ്കിൽ ഓടുമോടാ? ഓടിക്കണം. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ മാണിക്യമംഗലത്തേക്ക് തിരിച്ചോടിക്കും. എനിക്ക് വിശക്കുന്നൊന്നും പറഞ്ഞേ. ആ ജലജയുടെ മുമ്പിൽ പോയി നിൽക്കാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? അതില്ല. പക്ഷെ അവര് വിശക്കുന്നു പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന കാണാൻ ശരിക്കും എനിക്ക് ആഗ്രഹമുണ്ട് പോലെ. ആ ആഗ്രഹം സാധിക്കണമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ജ്ഞാനാംബിക എന്ന് പറയുന്ന തള്ളയെ കയ്യിലെടുക്കണം.
അവരെയും ആ മനസ്സുജനെയും തമ്മിൽ തെറ്റിക്കണം. മനസ്സിലായോ? മനസ്സിലായി. ഈ പറഞ്ഞ ജ്ഞാനാംബികയുടെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം ഞാൻ അടിച്ചു മാറ്റിയിട്ട് മനസ്സിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാ പോരെ? അടിച്ചു പിരിയില്ലേ? ആ വഴിയൊക്കെ ചേച്ചി തന്നെ അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. മോഷണം കുറ്റമാവാം, അല്ലെങ്കിൽ ഈ നോൺ വെജിറ്റേറിയൻ തിന്നുന്നവൻ അവനെന്ന് ആ തള്ളയെ ബോധ്യപ്പെടുത്തിയാൽ മതി. മാംസാഹാരം തിന്നുന്നവരെ ആ തള്ളയ്ക്ക് ഇഷ്ടമല്ല. അയ്യോ, അപ്പൊ എന്നെ ഇഷ്ടപ്പെടില്ലേ? അതിന് നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കില്ലല്ലോ. ആര് പറഞ്ഞു? ഇത്തിരി മീൻചാറില്ലെങ്കിൽ എനിക്ക് ചോറിറങ്ങത്തില്ല. അതൊക്കെ ഇന്നു മുതൽ നിങ്ങളൊരു ബ്രാഹ്മണ സ്ത്രീയാ. മാണിക്യമംഗല ഇല്ലത്തെ ശീലാവതി അന്തർജനം. അപ്പോ എന്നെയും നിങ്ങളുടെ ജാതിയിൽ എടുത്തു അല്ലേ? എടുത്തു. വാ, ആദ്യം നമുക്ക് എന്റെ വീട്ടിലോട്ട് പോവാം. കുട്ടിമണിക്ക് ചേച്ചിയെ കാണുമ്പോ വലിയ സന്തോഷമാവും. ശരി, എന്നാ പോവാം. ഇറങ്ങിരിച്ചു മനുഷ്യനെ കാണാൻ വരുവ ജോലി ഞാൻ. എന്നെയോ? എന്തിന്? രാഹുലിന്റെ അമ്മയല്ല, അപ്പന്റെ അമ്മ. അവരിപ്പോ എപ്പോഴും അയാളുടെ വീട്ടിലാ. കുട്ടി വന്നിയാ വേണ്ട. ആഹാരം കഴിക്കാനോ മറ്റോ പോയതാവും മോളെ. എന്തിനാ ആഹാരം ഞാൻ കൊണ്ടേ കൊടുക്കത്തില്ലേ? എന്തിനാ അയാളുടെ വീട്ടിൽ പോന്നേ? മറ്റേ കാഞ്ചോരുക്കാൻ പൂറ്റുവനെയോരോ കളി. വാ, ദേ ഇതാണ് എന്റെ വീട്. ആ നിൽക്കുന്നതാ എന്റെ അമ്മ. പരിചയപ്പെടുന്ന ഉടനെ അഭിവാദ്യം ചെയ്തോണം. സല്യൂട്ട് അടിച്ചാ മതിയോ? സല്യൂട്ടല്ല, കാലി തൊട്ട് തൊഴണം. മനസ്സിലായോ? എന്റെ ചേച്ചി ഒരു ടെസ്റ്റ് എഴുതാൻ പോയിരിക്കാം. അതേതായാലും ഭാഗ്യമായി. എന്തെങ്കിലും കള്ളത്തരുണ്ടെന്ന ചേച്ചിയുടെ ആദ്യത്തെ നോട്ടം തന്നെ. അമ്മയെ പറ്റിക്കാൻ എളുപ്പാ. ചേച്ചി വാ. അമ്മേ, ഇതേ മാണിക്യമംഗല ഇല്ലത്തെ ശീലാവതി അന്തർജനം. അല്ല, ചേച്ചി ആരാ നോക്കുന്നത്? അല്ല, എന്റെ കൂടെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ നോക്കിയതാ. എവിടെ അന്തർജനം? വന്ദനം മാതാശ്രീ, വന്ദനം. ഉപചാരങ്ങളൊന്നും വേണ്ട. കുട്ടിമണി പറഞ്ഞ് എനിക്ക് ശീലാവതി അന്തർജനത്തിനെ നല്ല പരിചയം. അകത്തേക്ക് വരൂ. ശരി ശരി. അമ്മേ, അതെ ഇരിക്കലും പരിചയപ്പെടലൊക്കെ പിന്നീടാവും. ഞാൻ ശീലാവതി ചേച്ചിയെ കൊണ്ടുവന്നതേ ബ്രഹ്മശ്രീ മംഗലത്ത് ജോലിക്ക് നിർത്താൻ വേണ്ടിയാ. കുറെ നാളായല്ലോ കുട്ടിമണി ഇക്കാര്യം പറയാൻ തുടങ്ങിയിട്ട്. അതെ അതെ, ശീലാവതി ചേച്ചി എന്ന് പറഞ്ഞ അവക്ക് ജീവനാ. കുട്ടിമണി കാണാൻ എനിക്കും കൊതിയായി മാതാശ്രീ. ഞാൻ വിളിക്കാം. എന്താടാ ഇരിക്കാനൊക്കെ പറഞ്ഞാൽ ഇരിക്കരുത്. നല്ല ഭവ്യത വേണം, ഭവ്യത. മനസ്സിലായോ? എന്തോന്ന്? അതെ, ഒരു കാര്യം കൂടി. ബ്രഹ്മശ്രീ മംഗലത്തെ അമ്മയെ കുട്ടിമണിയുടെ പഴയ കാര്യങ്ങൾ പലതും ചോദിച്ചു വന്നിരിക്കും. ഒന്നും അറിയില്ല എന്നങ്ങ് പറഞ്ഞാ മതി. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. കുട്ടിമണിയെ പോലെ പഴയ കാര്യങ്ങൾ ഞാനും മറന്നുപോയെന്ന് പറഞ്ഞേക്കാം. പോരെ? അതൊന്നും വേണ്ട. വേണ്ടേ? ദേ ഇതാരാ നോക്കിയേ? ദേ കുട്ടിമണി. അതൊക്കെ പിന്നീടാവും കുട്ടിമണി. ആദ്യം ശീലാവതി ചേച്ചിക്ക് നീ പറഞ്ഞ ജോലി ശരിയാക്കി കൊടുത്ത്. അതെ, മാണിക്യമംഗല ഇല്ലത്തെ ജോലി രാജിവെപ്പിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. പിന്നല്ലാതെ കുട്ടിമണി വിളിച്ചാ പിന്നെ എനിക്ക് വേറെ വല്ലതും നോക്കാനുണ്ടോ? അമ്മേ, ആ മനുഷ്യരെ വീട്ടിൽ പോയിരിക്കാം. ഇപ്പൊ എപ്പോഴും അവിടെ തന്നെ. ശീലാവതി ചേച്ചി വന്നില്ലേ? ഇനി എല്ലാം ശരിയാവും. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, അവരുടെ ആഹാരത്തിന്റെ കാര്യമേ ഇനിയിപ്പൊ അലഞ്ഞു നടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഞാൻ അമ്മയെ പരിചയപ്പെട്ടില്ല. അല്ല മോളെ, എന്റെ 2 ബാഗ് കൂടെ കൊടുത്തേച്ചില്ലേ? അതെ, അതൊക്കെ ഞാൻ എടുത്തു തരാം. ആദ്യം വന്ന കാര്യം നടക്കട്ടെ. അമ്മേ, ഞങ്ങള് പോയിട്ട് വരാം. ഈ പ്ലാനൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടിമണി ആ വീട്ടിലേക്ക് വരുന്നതേ ഇല്ലല്ലോ മാഡം. അതാ എന്റെയും വിഷമം. നിന്റെ അളിയൻ ദുഷ്ട പറഞ്ഞോട്ട് എന്നെ അവളെയും തെറ്റിക്കുന്നുണ്ടാകും. അതാ ദേ ആരാണ്ടേയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്. അമ്മ, ഞാൻ എപ്പോഴും ഭയത്തിലൊരു പുതിയ ജോലിക്കാരെ കൊണ്ട് തരാന്ന്. ഇതാണ് ആള്, ശീലാവതി അന്തർജനം. വന്ദനം മാതാശ്രീ. ജോലിക്കാരെ വേണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് മുമ്പേ അല്ലേ? അത് കഴിഞ്ഞ് ഞാൻ ഈ മഹേഷിനെ ജോലിക്ക് എടുത്തല്ലോ. ഇയാൾ കള്ളനാ. പറഞ്ഞുവിട്. നമുക്കേ ഈ ശീലാവതി അന്തർജനത്തെ എടുക്കാം. എല്ലാ പണി ചെയ്യും. പണി എനിക്കിട്ടാണെന്ന് മനസ്സിലായി കുട്ടിമണി. നീ പോടാളിയാ. ശീലാവതി വീൽ ചെയറിൽ പിടിച്ചോ. വീൽ ചെയറിലോ? അതെ, അതാണ് ഇവിടുത്തെ അപ്പോയിന്റ്മെന്റ് ഓർഡർ. നിങ്ങൾ കരുതിയാ മതി. എന്നെ കൊന്നാലും ശരി, ഞാൻ ഈ വീൽ ചെയർ ആർക്കും വിട്ടുകയറില്ല. ഈ കുട്ടിമണി പറഞ്ഞാലേ വീൽ ചെയർ അല്ല, ആംബുലൻസ് വരെ ഞാൻ നിക്ക്. കുറച്ചു കാലം മുൻപ് എന്റെ ജോലിക്കാരി പിണങ്ങിപ്പോയപ്പോ പകരം ഒരാളെ വേണമെന്ന് ഞാൻ കുട്ടിമണിയോട് പറഞ്ഞിരുന്നു. ആ പകരക്കാരിയാ മാതാശ്രീ ഞാൻ. പക്ഷെ ഇപ്പോ കാര്യസ്ഥനായി ഞാൻ ഇവരെ ജോലിക്ക് വെച്ചിരിക്ക.
ആഹാരം മനസ്സും ചെന്നും പിച്ചളയും കൂടെ തരുന്നുണ്ട്. അവര് കള്ളന്മാരാ മാതാശ്രീ. പ്രത്യേകിച്ച് ആ പിച്ചള. മോഷണം അവന്റെ തൊഴില്. അടുപ്പിക്കാൻ കൊള്ളില്ല. അപ്പൊ നിനക്ക് അവനെ പരിചയമുണ്ടല്ലേ? ഉണ്ട്. അവനെ മാത്രമല്ല, മനസ്സിനെ നല്ല പരിചയമുണ്ട്. എന്നെ പറ്റി അവനോട് ചോദിച്ചാ മതി. ശീലാവതി ചേച്ചിന്ന് തികച്ചു വിളിക്കില്ല. ശീലാവതി എന്നായിരിക്കും വിളിക്കുക. ആളിയൻ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? ദേ, ഈ വീൽ ചെയറും തള്ളി അമ്മയുടെ സിംഗറേറ്റ് നടക്കുന്നത് കണ്ടിട്ടേ ആൾക്കാരൊക്കെ അങ്ങ് ചിരിക്കുക. ആര് ഇരിച്ചാലേ എനിക്കൊന്നുമില്ല. അയാം ദി കാരിസ്റ്റൻ ഓഫ് ബ്രഹ്മശ്രീമംഗലം. കാര്യസ്ഥനാകുമ്പോ വീൽ ചെയറൊക്കെ ഉന്തേണ്ടി വരും. അമ്മ ശീലാവതിയെ ജോലിക്ക് എടുക്കുന്നുണ്ടോ ഇല്ലയോ എനിക്കിപ്പോ അറിയണം. ഇവിടെ ജോലിക്ക് എടുക്കണമെന്ന് നിനക്ക് വാശിയാണോ? അതെ, അല്ലെങ്കിൽ ഞാൻ അമ്മയോട് മിന്നത്തില്ല. ശരി, എങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ ഞാനോ? എടാ, നീ കാര്യസ്ഥനല്ലേ, എവള് വയ്ക്കുകയും വിളമ്പിയൊക്കെ ചെയ്യട്ടെ. എന്നാലും ഒരു മുൻപരിചയം ഇല്ലാത്ത ആളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും മാഡം? എനിക്ക് കുട്ടുമണി പറഞ്ഞ എനിക്ക് വിശ്വാസം മഹേഷ്. എന്നാലും ഒരു ടെസ്റ്റ് നടത്തി നോക്കണ്ടേ മാഡം? ദേ അളിയ, അറിയാലോ ചേച്ചി എറണാകുളത്ത് പോയിരിക്കുന്നതേ പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിനാ. എങ്ങാനും കിട്ടിയാ പിന്നെ അളിയന്റെ കാര്യം കട്ടപ്പുകയാണ്. എന്തായാലും മഹേഷ് പറഞ്ഞതല്ലേ, എന്തെങ്കിലും ആഹാരം ശീലാവതിയെ കൊണ്ട് വച്ച് പരീക്ഷിക്കാം. നന്നായ ജോലിക്ക് വയ്ക്കാം. എന്തു പറയുന്നു? അത് മതി മാതാശ്രീ, അത് മതി. അയ്യോ കുട്ടുമണി, നമുക്ക് ബ്രഹ്മശ്രീ മംഗലത്തേക്ക് പോകാം. ഇവരങ്ങോട്ട് വരട്ടെ. പോയി പോയി. ചതിക്കരുത്. ഈ ജോലി കിട്ടുമെന്ന് കരുതി വലിയ വരുമാനമുള്ളൊരു ജോലി കളഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളെ കൊണ്ടുവന്നതേ ഇവനല്ലേ? ഞാൻ പാര വെക്കും. നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരം കൊള്ളില്ലാന്ന് പറയും. അളിയ, ശീലാവതി ചേച്ചിക്ക് നല്ലോണം ചിക്കൻ വെക്കാൻ അറിയാളിയ. ആണോ? പിന്നല്ലാതെ ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, കോഴി നിർത്തിപ്പൊരിച്ചത്, കോഴി ഇരുത്തിപ്പൊരിച്ചത്, കോഴി ലുട്ടാപ്പി, കോഴി വിണ്ടാലു, കോഴി പുട്ടാലു, കോഴി ലുട്ടാലു, അങ്ങനെ എന്തും ഞാൻ വെക്കും. ബ്രഹ്മശ്രീ മംഗലത്തെ അമ്മ അറിയാതെ വാടക വീട്ടിൽ ടീച്ചർ കോഴിക്കറിയൊക്കെ വെക്കാൻ ശീലാവതി ചേച്ചിക്ക് പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ അപ്പോയിന്റ്മെന്റ് ഓർഡർ വാങ്ങിച്ചു തരും. മതി. ഈ പ്രഗ്നൻസി പീരീഡില് കുറേശ്ശെ നടക്കുന്നത് നല്ലതാണെന്നാ ഡോക്ടർ പറഞ്ഞത്. ഈ നോർമൽ ഡെലിവറി നടക്കുമെന്ന് നേരാണോ സീതെടുത്തി? എനിക്കറിയില്ല. ഓ, ഞാൻ ഈ മുറ്റത്തോടെ സ്കൂട്ടർ ഓടിക്കാൻ പോവാ. വണ്ടി ഇടിച്ച് ചാവണ്ടി കാത്തേറി പോ. ബാലേട്ടന് എന്നെ ഇടിക്കാനുള്ള ധൈര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ ശരി, കാണിച്ചു തരാം. നീ നടക്ക്, എന്റെ ധൈര്യം ഞാൻ കാണിച്ചു തരാം. വേണം സീതേ. ഓ, ഈ ബാലേട്ടനോടൊരു തമാശ പറയാൻ പോലും വയ്യ. എന്താ മോനെ ബാല, എനിക്ക് കലമോളെ ഒന്ന് കാണാൻ വല്ലാത്ത കൊതി. ഞാൻ ഒന്ന് വന്ന് കണ്ടോട്ടെ. പലഹാര പൊതിയും കൊണ്ട് ഗർഭിണിയായി മോളെ കാണാൻ വന്നപ്പോ ഇല്ലാത്ത പുകലൊക്കെ ഉണ്ടാക്കി വെല്ലുവിളിച്ചിട്ടല്ലേ പോയത്. ഇങ്ങോട്ട് വരാതിരിക്കുന്നതാ നല്ലത്. അപ്പച്ചേമി ഇന്നലെ പറയുന്നത് കേട്ടു, ആ മൂദേവിയുടെ കാല് തല്ലി ഒടിക്കണമെന്ന്. എങ്കി മോനെ, ഫോൺ നീ ഒന്ന് മതികലയ്ക്ക് കൊടുക്ക. ഞാൻ ഫോണിലൂടെ അവളുടെ വിശേഷങ്ങളൊക്കെ തിരക്കിക്കോളാം. കൊടുക്കില്ല. അത്ര സ്വാതന്ത്ര്യങ്ങളൊന്നും അവക്ക് ഈ വീട്ടിൽ ഞങ്ങൾ കൊടുത്തിട്ടില്ല. എടാ ബാല, ആന്റിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഒരു കാര്യം പറയണ്ട. നിങ്ങൾ ഫോൺ വൈ, അല്ലെങ്കിൽ ഞാനിപ്പോ ഫോൺ അപ്പച്ചമ്മയ്ക്ക് കൊടുക്കും. അതെന്ത് വർത്താനാ നീ പറയുന്നേ? എന്റെ മോളുടെ ഫോൺ തട്ടിപ്പറിച്ച് കണ്ടവന് കൊടുത്തിട്ട് നീയൊക്കെ കൂടി അവളെ പൂട്ടിയിട്ട് പീഡിപ്പിക്ക അല്ലേടാ? കൂടുതൽ ചെറ്റത്തരം കാണിച്ചാ ഞാൻ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കും. നിനക്ക് കാണണോ? ഈ നാട്ടിലെ പാവം വനിതകൾക്കും ഉണ്ടടാ മനുഷ്യാവകാശം. ഇതുവരെ ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് സംസാരിച്ചു. ഇനി എന്റെ സ്വഭാവം മാറും. നിന്റെ സ്വഭാവം മാറിയാൽ എനിക്ക് പുല്ലാടാ, വെറും പുല്ല്.
എന്റെ സ്വഭാവം അതിലും മോശമാ. എന്നെ കൊണ്ട് നീ അത് പുറത്തടുപ്പിക്കരുത്. എങ്കിൽ നിങ്ങൾ പുറത്തെടുക്ക്. ഭൂമിയോളം താഴ്ന്നു നിൽക്കുക ഞാൻ. ഇനി എന്നെ ചവിട്ടി താഴ്ത്താൻ വന്നാ നിങ്ങൾ വിവരം അറിയും. വെച്ചിട്ട് പോകുന്നുണ്ടോ നിങ്ങള്? ചുടലേക്ഷി. ഉറപ്പായി വിളിച്ചത് എന്റെ അമ്മ തന്നെ ആയിരിക്കും. ആ, അവളുടെ ഫോൺ ഞാൻ കട്ടു. എന്നിട്ട് ഞാൻ അത് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തു. വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കുന്ന കൂട്ടത്തിലേ നിങ്ങൾ സൈബർ സെല്ലിലും കൊടുക്കും. എനിക്ക് മണ്ണാങ്കട്ടയാ. വെച്ചിട്ട് പോ നിങ്ങള്. വണ്ടി ഓടിച്ചു നോക്കാനുള്ള മൂഡ് നശിപ്പിച്ചു. എന്താ ബാലേട്ട അമ്മ പറഞ്ഞത്? നിന്റെ അമ്മൂമ്മയെ പട്ടുടിപ്പിച്ച് അവിടെ കിടത്തിയിരിക്കുകയാണെന്ന്. ചിതയിലോട്ട് എടുക്കും മുമ്പേ നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ. എന്റെ അമ്മുമ്മയെ പണ്ടേ ചെതയിലോട്ട് എടുത്തതല്ലേ ബാലേട്ട. ഇനി അമ്മുമ്മമാരും അപ്പൂപ്പന്മാരും ഒന്നും മാണിക്യമംഗലത്തില്ല. ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചിതയിലേക്ക് എടുക്കാൻ ഇവിടെ ആളുണ്ടെന്നല്ലേ? ബാലേട്ടൻ എഴുതപ്പുറം വായിക്കണ്ട. സ്കൂട്ടർ എടുത്ത് നോക്കിയേ. പുറത്തേക്കിറങ്ങി ഉഷാറായിട്ട് നടക്കാനുള്ളതല്ലേ? വേണം. സ്കൂട്ടർ ഓടിക്കണം, യാത്ര ചെയ്യണം, പലരെയും കാണണം. കൂട്ടത്തിൽ എൻ്റെ മോനെ അനാഥാലയത്തിൽ കിടന്നവൻ കരയുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ട്. ബാലേട്ട, മോനെ കുഞ്ഞെ, എന്ത് കരച്ചിലാ ഇത്? കരയാതടാ, വൈകാതെ നിനക്ക് നിന്റെ അച്ഛനും അമ്മയും കിട്ടും. അയ്യടാ, ദേ നോക്കിക്കേ, നോക്ക്, ദേ അമ്മൂമ്മ വരണ കണ്ടോ? കണ്ടോടാ? കുളിച്ചിട്ടേ ചായ കുടിക്കാവൂന്ന് രാധിക ചേച്ചി പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്തിനാ കിടക്കപ്പായി എണീറ്റ് ഇങ്ങോട്ട് വന്നത്? അതിന് രാധിക ചേച്ചി ഇവിടെ ഇല്ലല്ലോ. പോലീസിൽ ചേരാൻ പോയേക്കോല്ലേ? അതൊക്കെ എനിക്ക് അറിയാം. പിന്നെ പോയപ്പോ രാധിക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിതത്തിന് ഒരു ചിട്ട വേണം കുട്ടിമണി. എനിക്ക് ചിട്ടയൊക്കെ ഉണ്ട്. കൂടുതൽ പഠിപ്പിച്ചല്ലേ? 8 മണി വരെ കിടന്നുറങ്ങുന്ന ചിട്ടയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതിരാവിലെ എഴുന്നേക്കണം. 8 മണിക്ക് എന്റെ ചിട്ട തുടങ്ങും. രാഹുൽ നമ്മ മര്യാദക്ക് വെച്ച് ആയിരത്തോണ്ട് വാ. രാധിക ഇവിടെ ഇല്ലാത്തതിന്റെ എല്ലാ കുറവും ഇവിടെ ഉണ്ട്. പെണ്ണിന്റെ ഒരു വർത്താനം കേട്ടില്ല. എന്നെ വർത്താനത്തിന് എന്താ ഒരു കുഴപ്പം? കൂടുതൽ വഴക്കുണ്ടാക്കിയല്ലേ ഞാനും പോയി പോലീസിൽ തരും. എന്നിട്ട് ഉടുപ്പിട്ടോണ്ട് വന്ന് എല്ലാത്തിനും ഇടിച്ചിടിച്ച് ചമ്മന്തിയാക്കും. കാണണോ? നീ പോലീസിൽ ചേരാനോ? നടന്നത് തന്നെ. രാഹുലിന്റെ തോടെ തൂങ്ങി നടക്കാനും ജ്ഞാനാംബികയുടെ വണ്ടി ഉന്താനുവേ നിനക്കറിയാവൂ. എന്നാ ഞാൻ ഈ ചപ്പാത്തി ഇപ്പൊ പറ്റി കാണിച്ചു തരാം. അയ്യോ വേണ്ട വേണ്ട, കുളിക്കാതെ അടുക്കളയിൽ ഒരു ജോലിയും ചെയ്യണ്ട. ചപ്പാത്തി മാവി തൊട്ട് അശുദ്ധമാക്കണ്ട. ഞാൻ തൊട്ട് ഈ ചപ്പാത്തി മാവ് അശുദ്ധാവോ? വേണ്ട. അശുദ്ധായ ഇല്ലല്ലോ. പിന്നെ എന്നാ കുഴപ്പം? എടാ രാഹുല, വിളിക്കണ്ട. രാഹുലും കുളിക്കുക. ഇന്ന പാർത്തിക്കോ. ഇല്ല, ഇനി ഞാൻ മാവി തൊടില്ല. പിന്നെ എന്നെ എടുത്ത് വെച്ച് കഴിക്കും. ആരിവിടെ ഒന്നും കഴിക്കണ്ട. രാധിക ഇഞ്ഞു വരട്ടെ, രണ്ടിലൊന്ന് തീരുമാനം അറിഞ്ഞേ പറ്റൂ. എന്നാ അപ്പൊ രാധി ചേച്ചി വന്നിട്ട് ഇനി ആഹാരം കഴിക്കണമെന്ന് തീരുമാനിക്കത്തുള്ളോ? ഉള്ളൂ. എന്നാലേ ഞാൻ അപ്പുറത്ത് പോയി കഴിക്കും. ശീലാവതിക്ക് നിങ്ങളെക്കാളൊക്കെ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കാൻ അറിയാം. കുട്ടിമണി, നീ ഇതെവിടേക്കാ? അപ്പുറത്ത് ശീലാവതിയെ കാണാൻ. നീ കുളിച്ചില്ലേ? ഇല്ല, അമ്മ എനിക്ക് ചായ പോലും തന്നില്ല. പാവം കുറ്റുമണി. കുളിച്ചിട്ടേ ചായ കുടിക്കാവൂന്ന് രാധിക ചേച്ചി നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? കുളിച്ച് ചായയൊക്കെ കുടിച്ച് ആരൊക്കെ കഴിച്ചിട്ട് ശീലാവതി ചേച്ചിയെ കാണാൻ. അത് പറ്റത്തില്ല. എനിക്ക് ഇപ്പൊ തന്നെ പോണം. രാഹുലിന് അറിയാവോ, ഇനി ഇവിടെ രാധിക ചേച്ചി വന്നിട്ട് ആഹാരം വെക്കൂ. അതെന്താ? ചപ്പാത്തിക്കൊല്ല മാവില്ലേ, അത് ഞാൻ തൊട്ട് അശുദ്ധമാക്കി. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഇനി ആഹാരം വെക്കൂന്ന് രാഹുലിന്റെ അമ്മ പറഞ്ഞു. കുട്ടിപിടി പണിയായോ? ഞാൻ എന്തോന്ന് പണി? രാഹുലിനുള്ളത് ഞാൻ അപ്പുറത്തുനിന്ന് പോയിനോണ്ട് വരാം. അതല്ല ഞാൻ ചോദിച്ചത്, നീയും അമ്മയും തമ്മിൽ വഴക്കിട്ടോ? എനിക്ക് വഴക്കൊന്നുമില്ല, പക്ഷെ അമ്മ വേണമെങ്കിൽ തോന്നുന്നു. ഈശ്വരാ. എടാ രാഹുല, ഇവള് ഈ വീട്ടിൽ ശരിയാവുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നാ കുഴപ്പം? കുഴപ്പങ്ങളേ ഉള്ളൂ. ഞാൻ പറഞ്ഞ നീ ഒട്ടും അനുസരിക്കില്ല. വീട്ടുജോലി ഒന്നും ചെയ്യില്ല. നാളെ ഇവന്റെ ഭാര്യ ആകേണ്ടവളാണെന്ന ഒരു വിചാരവും ഇല്ല. അമ്മ എന്താ അമ്മായിയമ്മ പോരുന്ന റിഹേഴ്സൽ എടുക്കാണോ? അമ്മായിയമ്മ പോരാ, എന്നാ അത്? അങ്ങനെ ഒരു പോരുണ്ട് കുട്ടിമണി. ആൺമക്കളെ വളർത്തി വലുതാക്കിയ അമ്മമാർക്കേ
അവര് കൈവിട്ട് പോകുന്നത് ഇഷ്ടമല്ല. വന്നു കയറുന്ന മരുമകളെ മകൻ തന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുമെന്നുള്ള പേടിയാ. ആ പിന്നെ വേറൊരു പോരും കൂടെ ഉണ്ട്, നാത്തൂൻ പോര്. ആ അതിലൂടെ ചില സ്കോപ്പുകളൊക്കെ ഞാൻ കാണുന്നുണ്ട്. തൽക്കാലം കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാലെങ്കിലും കുട്ടിമണിക്ക് ഇച്ചിരി സ്വൈര്യം കിട്ടുമല്ലോ. ഇല്ലടാ, നിന്റെ ഒന്നും സ്വൈര്യം കെടുത്താൻ ഞാൻ വരുന്നില്ല. നീ ഇവളും കൂടി എന്താന്ന് വെച്ചാ അയക്കും. ഞാനും എന്റെ മോളും ഇറങ്ങി തന്നേക്കാം. അമ്മേ, ആവശ്യമില്ലാതെ രാവിലെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് സെന്റിമെന്റ്സ് അടിച്ചോണ്ട് വരല്ലേ. എന്നോട് മിണ്ടണ്ട നീ. മോനെ മോനെന്നും പറഞ്ഞ് പിറകെ നടക്കുന്ന എനിക്ക് ഇത് തന്നെ കിട്ടണം. അമ്മ കരഞ്ഞു. രാവിലെ ഇല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. രാവിലെ കുളിച്ചിട്ട് ചായ കുടിച്ച തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ വയക്കുവാറില്ല കരയിപ്പിക്കും ഞാൻ. കേറി പോടത്ത്. കുളിക്കാതെ നീ ഇനി അങ്ങോട്ട് പോണ്ട. പോയാ പിന്നെ നീ എന്നെ കാണില്ല. കേറി പോകാനകത്തോട്ട്. പിന്നെ അങ്ങ് മാഞ്ഞോ നോക്കുന്നുണ്ടില്ലേ? അളിയ, ശീലാവതി അന്തർജനത്തെ അപ്പോയിന്റ് ചെയ്തോടെ അളിയന് വലിയ സന്തോഷമായില്ലേ? അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്തല്ലേ എന്നെക്കാൾ സന്തോഷം അളിയനാണല്ലോ. ഇനിയിപ്പോ സ്ഥിരമായിട്ട് ചിക്കൻ തട്ടാലോ. എനിക്കൊരു സംശയമുണ്ട് അളിയ, അവര് ശരിക്കും അന്തർജനം തന്നെയാണോ? കണ്ടാലൊരു ലുക്കില്ലല്ലോ. അതിപ്പോ നമ്പൂതിരിയാവാനുള്ള ലുക്ക് അളിയനുണ്ടോ? ചില ജന്മങ്ങൾ അങ്ങനെ ആയി പോളിയ. എന്നാലും ഒരു അന്തർജനം ചിക്കൻ വയ്ക്കുവാന്നൊക്കെ പറഞ്ഞ നമ്പൂതിരിക്ക് ചിക്കൻ തിന്നാമെങ്കിലേ അന്തർജനത്തിന് ചിക്കൻ വെക്കുകയും ചെയ്യാം. എന്താ പറ്റില്ലേ? പറ്റുമായിരിക്കും. അളിയ, ഈ ശത്രുത എന്ന് പറയുന്നത് ശാശ്വതമല്ല. അത് ആരോടെങ്കിലും തോന്നാം, മാറാം. എനിക്ക് അളിയനോടുള്ള ശത്രുതയൊക്കെ മാറി. അളിയനും ശീലാവതിയും കൂടി വാടക വീട്ടിരുന്ന് ലാവിഷായിട്ട് ചിക്കൻ തിന്നണം. സത്യം പറയാലോ, അതാണ് ഇപ്പോഴത്തെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം. അളിയ, അളിയൻ ഇത്ര വലിയനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്റെ ആരോഗ്യ കാര്യത്തിൽ അളിയൻ ഇത്ര ശ്രദ്ധയല്ലേ? പിന്നല്ലാതെ അളിയ, ഈ വന്നവരൊക്കെ അങ്ങ് പൊടിയും തട്ടി പോവും. പക്ഷെ നമ്മൾ നാളെയും കാണേണ്ടവരാ. അതെ, ശരിയാ. രാധുവിന് കോൺസ്റ്റബിൾ സെലക്ഷൻ കൂടി കിട്ടിയാ ഞങ്ങളുടെ ജീവിതം സേഫ് ആവും. അതെ. പിന്നെ അളിയൻ വീട്ടിൽ വെറുതെ ഇരുന്നാ മതി, മൃഷ്ടാനം തിന്ന. പക്ഷെ എന്റെ ഒപ്പം നിന്നില്ലെങ്കിലേ ഈ പോലീസുകാരുടെ ഒരു പ്രയോഗമുണ്ട്, ലാത്തി വെച്ചൊരു പിടി. അറിയാലോ? അറിയാം. ഞാനേ അളിയന്റെ കൂടെ നിന്നോളാം. എന്തു വേണമെന്ന് പറഞ്ഞാ മതി. ശരി, ഒക്കെ ഞാൻ വഴിയെ പറയാം. ഞാൻ ഈ പറഞ്ഞത് മറക്കണ്ട. രാഹുല, ഈ നേരം വരെ നോം സാരി മാറിയിട്ടില്ല. ദിവസം 3 നേരം ഡ്രസ് മാറണമെന്ന് എനിക്ക് നിർബന്ധ. ചേച്ചി വീട്ടിലേക്ക് ചെല്ലേ, കുട്ടിമണി അവിടെ ഉണ്ട്. ശരി മോനെ. പിന്നെ അവള് രാവിലെ അമ്മയായിട്ട് വഴക്കിട്ടിരിക്കുക. ആകപ്പാട് സൂര്യക്കാടാ ചേച്ചി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ ഏറ്റു. മോൻ ധൈര്യമായിട്ടിരിക്ക. ചെല്ല്. അല്ല, എന്നാ ചിക്കൻ വെക്കുന്നത്? ചിക്കനോ? എന്താ കുട്ടിയെ ഇത്? നമ്മളൊക്കെ ബ്രാഹ്മണന്മാരല്ലേ? കോഴി നിഷിദ്ധാണെന്ന് അറിയില്ലേ എന്റെ പൊന്നുണ്ണിയെ? ഓ ശിവ ശിവ, സുഹൃതക്ഷയം നല്ലാണ്ട് എന്താ പറയാ? എന്തുവാടേ ഇത്? കുട്ടിയോണി, എന്താ മോളെ നിനക്കൊരു വിഷമം? എന്നെ ആർക്കും ഇഷ്ടമല്ല. രാഹുലിന്റെ അമ്മയ്ക്ക് ചേച്ചിക്ക് ഒന്നും. ഒക്കെ വെറുതെ തോന്നുന്നതാ മോളെ. നിന്നെ എല്ലാവർക്കും വലിയ കാര്യമാ. എന്നിട്ടാണോ രാവിലെ കുളിച്ചില്ലാന്നും പറഞ്ഞ് എനിക്ക് ചായ തരാതിരുന്നത്? കുളിച്ചില്ലെങ്കിൽ ചായ തരില്ലെന്നോ? അതെവിടുത്തെ നിയമം? അതാ ഇവിടുത്തെ നിയമം. കുളിക്കാതെ ഈ ചപ്പാത്തി മാവിനെ തൊട്ടപ്പോ അത് അശുദ്ധാക്കി. ഓഹോ, അപ്പൊ തനി പഴഞ്ചന്മാരാ ഈ വീട്ടിലുള്ളവരെല്ലാം. സാരമില്ല മോളെ, നമുക്ക് ശരിയാക്കി എടുക്കാം. എങ്ങനെ ശരിപ്പെടുത്തുന്നേ? നാളെ രാവിലെ നീ എഴുന്നേറ്റ് വരുമ്പോ കുളിക്കാത്തതിന് വഴക്കു പറയാമെന്ന് കരുതി അവരിരിക്കും. പക്ഷേ മോള് കുളിച്ചിട്ട് വരണം. അപ്പോഴോ അത് തന്നെ. പിന്നെ നീ അശുദ്ധമാക്കിയെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. പറ്റില്ല. അതാണ് സൂത്രം. ഈ പഴഞ്ചന്മാരുടെ അടുത്ത് ഇതേ നടക്കും മോളെ. ഞാൻ ഈ മാവ് അശുദ്ധാക്കിയതുകൊണ്ടേ എന്നോട് വായിക്കിട്ടിരിക്കുക രാഹുലിന്റെ അമ്മ. രാഹുൽ ഞാൻ അമ്മയെ കരയിപ്പിക്കുകയും ചെയ്തു. ഇനിയിപ്പോ എന്നാ ചെയ്യും? മോള് പോയി സമാധാനിപ്പിക്കണം മോളെ. എങ്ങനെ? കരയണ്ട, കുളിച്ചിട്ട് വരാമെന്ന് പറയണം. പറയാല്ലേ? പറയണം, ധൈര്യമായിട്ട് പറഞ്ഞോ. വാ മോളെ, നമുക്ക് പോയി പറഞ്ഞിട്ട് വരാം.
അതെ രാഹുലിന്റെ അമ്മ കരയണ്ട, ഞാൻ കുളിച്ചോളാം. ഞാനൊക്കെ പറഞ്ഞ കോംപ്ലിമെന്റ്സ് ആക്കി മാതാശ്രീ. ഇനി ഞാൻ എന്നും രാവിലെ കുളിച്ചിട്ട് ചായ കുടിച്ചോളാം. എന്നിട്ട് ചപ്പാത്തിയുടെ മാവ് പറ്റിത്തരാവേ. കുട്ടിമണി, നീ ഒരു മുതിർന്ന പെൺകുട്ടിയാ. കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തിയുള്ള ഒരു സ്ത്രീ ആയിട്ട് മാറണം. അതാ എന്റെ ആഗ്രഹം. മാതാശ്രീയുടെ ആഗ്രഹം പോലെ കുട്ടിമണി മാറും. ഞാനല്ലേ പറയുന്നത്. നല്ല നേരത്താ ശീലാവതി വന്നത്. ഞാനും എന്റെ മോളും ഒക്കെ ഇവളെ ഉപദേശിച്ചു മടുത്തിരിക്കുകയായിരുന്നു. നമുക്ക് വിശദമായി ഈ പ്രശ്നം ചർച്ച ചെയ്യാം. ഞാനേ എന്റെ ബാഗ് എടുക്കാൻ വന്നതാ. അവിടുത്തെ പണി തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. ശീലാവതിയുടെ ബാഗ് എങ്ങനെയാ എവിടെ വന്നത്? അത് ഞാൻ നേരത്തെ കൊടുത്തു വിട്ടല്ലോ. അതെ ബാഗ് നേരത്തെ വന്നു, ശീലാവതി പിന്നെ പുറകെ വന്നു. കാണാം മാതാശ്രീ. വന്ദനം. വാ മോളെ പോവാം, നമുക്ക് ബാഗ് എടുക്കാം. വാ കുട്ടിമണി. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. ഡോക്ടർ മുംതാസ് ബാനു. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ മുംതാസ് ബീഗം. വെരി നൈസ് ടു മീറ്റ് യു മാഡം. ചെക്കപ്പിന് വന്നാണോ? എന്താ പ്രോബ്ലം? മിസ്സിസ് മുംതാസ് ബാനുവിനെ കൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. ഒരു കുഞ്ഞിനെ വേണം. ആൺകുഞ്ഞായിരിക്കണം. 2 വർഷം വരെ എനിക്കവനെ വളർത്തണം. അത് കഴിഞ്ഞാൽ അവയവങ്ങൾ ഓരോന്നായി ചൂഴ്ന്നെടുത്ത് വൈദ്യശാസ്ത്രത്തെ വ്യഭിചരിക്കുന്ന ഹോസ്പിറ്റൽ മാഫിയയ്ക്ക് വിൽക്കണം. മേഡം എന്തൊക്കെയായി പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാം. മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളിവിടെ നിന്നൊരു കുഞ്ഞിനെ കടത്തിയില്ലേ? ഒരു സീതാ ബാലചന്ദ്രന്റെ കുഞ്ഞിനെ. എന്നിട്ട് കുട്ടിമണിയുടെ കുഞ്ഞിനെ സീതയുടെ അടുത്ത് മാറ്റിക്കെടുത്തി കുട്ടിമണിക്കുണ്ടായത് ചാപിള്ളയാണെന്ന് വരുത്തി തീർത്തു. ശരിയല്ലേ? എനിക്കൊന്നും അറിയില്ല മേഡം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കൊന്നുകളയും ഞാൻ. നിന്നെ പോലെയുള്ള പൂതനകളടി മഹനീയമായ പ്രൊഫഷന്റെ വില കളയുന്നത്. വാടി എന്റെ ഒപ്പം. എവിടേക്കാ മേഡം? സ്വർഗത്തിലേക്ക് നടക്കടി. എന്റെ പേര് കൂടി ചീത്തയാക്കാനായിട്ട് അവിടെ ഒരു മുംതാസ്. മേഡം പ്ലീസ് അപമാനിക്കരുത്. ഞാൻ വന്നോളാം. എന്റെ കാറില് വിട്. കാറിലല്ലടി പോകേണ്ടത്. നിനക്കുള്ള സർക്കാർ വാഹനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വാ. പറയൂ മിസ്റ്റർ ബാലചന്ദ്രൻ. മാഡം, കുഞ്ഞിന്റെ കാര്യത്തിൽ അന്വേഷണം ഇടം വരെയായെന്ന് അറിയാനാ ഞാൻ വിളിച്ചത്. ഞാനിപ്പോ റൈറ്റ് ട്രാക്കിലാണ്. അധികം വൈകാതെ കഥ ക്ലൈമാക്സിലെത്തും. ചില ചെറിയ തടസ്സങ്ങൾ കൂടി നീങ്ങിക്കോട്ടെ. നകുലം കൊണ്ടുവന്നത് എന്റെ കുഞ്ഞിനെ തന്നെയല്ലേ മാഡം? അതെങ്കിലും ഒന്ന് പറ. പറയാൻ സമയമായിട്ടില്ലേ മിസ്റ്റർ ബാലചന്ദ്രൻ? ഇത്രയും കാലം കാത്തിരുന്നില്ലേ? ഇനി 1/2 നാഴിക നേരം കൂടി. അപ്പോഴേക്കും നമ്മൾ ഫിനിഷിംഗ് പോയിന്റിലെത്തും. മാഡം ബി കൂൾ. ബൈ. ഇങ്ങോട്ട് വാടി. മാഡം ഞാൻ വരാം. ആരെങ്കിലും ചോദിച്ചാ ലോക്കപ്പിൽ കിടക്കുന്ന ഏതെങ്കിലും പ്രതിയെ ചികിത്സിക്കാൻ കൊണ്ടുപോകാണെന്നേ പറയാവൂ. പ്ലീസ്. ഇനിയും ചിണുങ്ങിക്കൊണ്ട് നിൽക്കാനാ ഭാവമെങ്കിൽ ഞാൻ ബലം ഘടിപ്പിക്കും. കാണണോ? അയ്യോ വേണ്ട മാഡം, ഞാൻ വന്നോളാം. മോളെ, ഉടനെ വരും നിന്റെ ആങ്ങളച്ചക്കൻ. നമ്മളെയൊക്കെ കളിപ്പിച്ചേ പാത്തിരിക്കുക. അവനെ നമ്മുടെ കുട്ടാപ്പു. അതേ, അമ്മാവൻ പോകുന്നുണ്ട് അവനെ കാണാൻ. നിന്റെ വകയായിട്ട് അവന് 2 ഉമ്മ കൂടുതൽ കൊടുക്കണ്ടേ ഞാൻ? ആ ഉമ്മ കൂടി അമ്മാവനെ ഏൽപ്പിച്ചു തന്നെ. കള്ളിപ്പെണ്ണ്. നിനക്ക് കാര്യം മനസ്സിലായില്ലേ? ആ ജോത്സ്യം പറഞ്ഞ നേരെ മുത്തേ. നീയേ ഈ വയലോരം വീടിന്റെ ഭാഗ്യമണിയാ. എല്ലാവർക്കും ഭാഗ്യം കൊണ്ടുവരുന്നവള്. ബാലേട്ടൻ ഇപ്പോഴെങ്കിലും അത് മനസ്സിലായതില് എനിക്ക് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം. സ്വന്തം ചോരെ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. ഞാൻ എന്റെ ചോരയെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് നിന്റെ തോന്നൽ മാത്രമാ സീതേ. തിരിച്ചറിഞ്ഞിരുന്നു നേരത്തെ തന്നെ. എനിക്കറിയാം. സ്വന്തം കുഞ്ഞിനെ എടുത്തു വെച്ച് അമ്മാവനാ മോളേന്നും പറഞ്ഞ് ലാളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന് കൂട്ടായിട്ട് അപ്പച്ചി അമ്മയും. കലയാണെങ്കിൽ എരിവ് കയറ്റാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പഴയ കഥ എടുത്ത് അപ്പച്ചി അമ്മയുടെ അടുത്ത് പ്രയോഗിക്കും. അതുകൊണ്ടാ
അപ്പച്ചിയമ്മയ്ക്ക് ഇപ്പോഴും സംശയം വിട്ടു മാറാത്തത്. അപ്പച്ചിയമ്മയുടെ സംശയം അതേപോലെ ബാലേട്ടന്റെ അടുത്ത് എത്തുമെന്ന് കലയ്ക്ക് നന്നായിട്ട് അറിയാം. അത് തന്നെയാണ് അവളുടെ ഉദ്ദേശമെന്ന് അപ്പച്ചിയമ്മയ്ക്ക് മനസ്സിലാവുന്നുമില്ല. ബാലേട്ടനും ഇവളും ഒപ്പം ഉണ്ടെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ചും എനിക്ക് വേവലാതിയില്ല. ആരും എന്തും പറഞ്ഞോട്ടെ, പ്രവർത്തിച്ചോട്ടെ. കലയോ നകുലേട്ടനോ ആര് ഈ കുടുംബത്തിനെതിരെ പടയൊരുക്കിയാലും താങ്ങി നിൽക്കാൻ എനിക്ക് ഈ ചുമല് മാത്രം മതി. ഞാനുണ്ടല്ലോ, പിന്നെന്തിനാ സങ്കടം? ഈ സങ്കടം സന്തോഷം കൊണ്ടാ ബാലേട്ട. ബാലേട്ടന്റെ മാറ്റം കണ്ടിട്ടുള്ള സന്തോഷം. മാറ്റങ്ങൾ സ്വാഭാവികമല്ലേ. ഒഴുകുന്ന പുഴയും ശ്വസിക്കുന്ന വായുവും പോലും മാറിക്കൊണ്ടിരിക്കുക. മനുഷ്യനും മാറിയേ പറ്റൂ. ഇന്ന് ഞാൻ മാറിയെന്ന് നിനക്ക് തോന്നുന്നു, നാളെ നീയാണ് മാറിയെന്ന് എനിക്ക് തോന്നാം. അതല്ലേ ശരി? ഇനി ആരും ഒന്നും മാറണ്ട ബാലേട്ട. ദേ, ഇനി നമ്മൾ 3 പേരും ഇതുപോലെ തന്നെ ജീവിക്കണം. ദേ, അച്ഛനും മോളും കൂടിയുള്ള പുന്നാരം നടക്കട്ടെ കേട്ടോ. അമ്മയ്ക്കേ അടുക്കളയിൽ ഒരുപാട് ജോലി ബാക്കി കിടപ്പുണ്ട് കേട്ടോ. പോയിട്ട് വരാമേ. മുംതാസ് മേഡത്തിന്റെ അന്വേഷണം അവസാനിക്കുമ്പോൾ നിന്റെ അമ്മായിക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ മുത്തേ? എനിക്കറിയില്ലൊന്നും. Yeah.